എല്ലാവർക്കും നമസ്കാരം. ഇപ്പം യൂട്യൂബർമാരെല്ലാം അടിതെറ്റി വീണുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള എല്ലാവരും അടിതെറ്റി വീണുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ ഫാമിലി ഒരു സൈഡ് രേണുസുതി മറു സൈഡ് കാതർ കരിപ്പടി. ഇപ്പം ദേ ഹെലനും വന്ന് വിട്ടിട്ടുണ്ട്. അതും ഹെലൻ എന്ന് പറയുമ്പോൾ സാധാരണ ആരെയും മദ്യവെച്ച് വെള്ളം അടിച്ചിട്ട് പിടിച്ചത് കേട്ടാൽ ഒന്നും തോന്നാറില്ല. ഇനി യൂട്യൂബർ ആണേലും ഒന്നും തോന്നും. പക്ഷെ ഹെലൻ ഇതിനെതിരെ എല്ലാം ഘോരം പ്രസംഗിക്കുന്ന ആളാണ്. മദ്യപിക്കില്ല, എന്റെ അച്ഛൻ മദ്യപിക്കില്ല, ഞാൻ മദ്യപിക്കില്ല. വേറെ ഏതോ ഒരു പെൺകുട്ടി മദ്യപിച്ചപ്പം ഹെലന്റെ അച്ഛനെ വിളിച്ച് ആരോ ചോദിച്ചായിരുന്നു, ഹെലനെയാണോ പോലീസ് പിടിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ വീട്ടിലെ ആരും മദ്യപിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഹെലൻ വന്ന് ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ ഒരാളും ഇപ്പം ഈ ഇന്റർവ്യൂ കാണുന്നതാവട്ടെ ഒരാളും എന്നെ ഇതുവരെ ഞാൻ ഒരു രീതിയിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഓക്കെ, രണ്ടാമത് ഞാൻ ഇന്നേ ഒരു ബിയർ ബോട്ടിൽ പിടിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ബാറിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഞാൻ പോട്ടെ, എന്റെ അച്ഛൻ ഇതുവരെ വെള്ളമടിക്കുന്ന ഒരാൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഇൻഫ്ലുവൻസർമാരൊക്കെ പറയുന്നതെന്ന് പ്രവൃത്തി എന്നുള്ള രീതിക്ക് നമ്മൾ റീലും റിയാലിറ്റിയും രണ്ടാണെന്ന് നമ്മളെ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന രീതി പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കെ ഫാമിലിയുടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും ഒരു വാചകം എനിക്ക് തോന്നിയത്, ഇവർക്ക് സ്വത്ത് കിട്ടുകയായിരുന്നു, അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വത്ത് കിട്ടുകയെന്നൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം. എന്താണേലും സ്വന്തം അമ്മയ്ക്ക് കൊണ്ട് ചുരിദാറെന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന ആ ചുരിദാറ് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടിക്കുള്ളിന്ന് സിന്ധു എടുത്തോണ്ട് പോയെന്ന് അവര് അമ്മച്ചി പറയുന്നുണ്ട്, അമ്മൂമ്മ പറയുന്നുണ്ട്. അപ്പൊ മോളെ നീ അതെനിക്ക് തന്നല്ലേ, നീ എടുത്തോണ്ട് പോവല്ലേ എന്ന് പറയുന്നുണ്ട്. ഞാൻ പോകാമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്കിഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുരിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവളങ്ങെടുത്ത് അവളെപ്പോഴോ എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുരിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തോണ്ട് പോയി അവളിടാണ്. എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞ്. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തോണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി ഞാൻ അറിയാതെ കണ്ട് നിങ്ങളാ. അപ്പൊ ഇവരുടെയൊക്കെ ഓരോ പൊയ്മുഖങ്ങളാണ്. പിന്നെ ഇന്നലെ കിച്ചു ഇട്ട വീഡിയോ ഞാൻ പറഞ്ഞിരുന്നല്ലോ. കിച്ചുവിന് മറുപടി രേണുസുതി ഇട്ട വീഡിയോയും ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഉള്ള യൂട്യൂബർമാരായിട്ട് ഇവർക്ക് ഉള്ളവരുടെയൊക്കെ ഒരു തനിനിറം പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇവർക്ക് കഷ്ടകാലമായെന്നാണ് തോന്നുന്നത്. അതാണ്. അപ്പൊ ഹെലനെ ഏതായാലും പോലീസ് യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്. ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരം? അതുതന്നെയാണ്, മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോസ് പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസറാണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ ഈ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള. പരിശോധനയിൽ 86 കാണിച്ചുവെന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഇൻസ്പെക്ടറുമായി നമ്മൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം ഞാൻ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് അറിയില്ല, മറ്റെന്തെങ്കിലും തിരക്കുകളുണ്ടായിരിക്കും എന്നറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷേ FIR വിവരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് തന്നെയാണ്, വാഹനം റോഡിന് നടുവിൽ നിർത്തിയിട്ടുള്ളത്. അത് ഗുരുതരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ 66-ൽ അതും പുലർച്ചെ സമയത്ത് ഈ 2 മണിയോട് കൂടിയാണ് ഈ വാഹനം പിടികൂടുന്നത്. അതിന് മുമ്പ് ആണ് ഇത്തരത്തിൽ ഈ ഏകദേശം 12 മണിക്ക് മുമ്പായിരിക്കണം ഇത്തരത്തിൽ വാഹനം ഈ നാഷണൽ ഹൈവേ 66-ൽ നിർത്തിയിടുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് വാഹനമടക്കം വിട്ടു നൽകിയിട്ടുണ്ട്, ഫൈൻ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്.
ജനങ്ങൾ കമന്റ് ഇടുന്ന പാട്ടയ്ക്ക് നല്ല സ്വാധീനമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വാർത്ത പുറത്തു വരാത്തെന്നൊക്കെ. പക്ഷെ പറയുന്ന ഒന്ന് പ്രവൃത്തി വേറൊന്നെന്നുള്ളത് പാട്ട തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം അത് ഇനിയിപ്പോൾ എന്ത് വിശദീകരണമായിട്ട് പുള്ളിക്കാരത്തി വരും എന്നൊന്നും നമുക്കറിയില്ല. എന്താണേലും മദ്യപാനോ അത് എന്തുവാ എന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അനീതിക്കെതിരെയും ഘോരം പ്രസംഗിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഇന്നാളൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും നമ്മളൊക്കെ ഈ ബ്ലോക്കിൽ പെട്ടുപോയി കഴിയുമ്പോഴത്തേക്കിന് ഈ നമ്മുടെ കാറിന്റെ ചില്ലൊക്കെ തുടയ്ക്കാൻ വേണ്ടി നമ്മുടെ അനുവാദം എല്ലാം വന്നിട്ടേ കുറെ സോപ്പ് പൊടിയും ഷാമ്പു എല്ലാം ഒക്കെ ഏതാണ്ട് ഒഴിക്കും. അത് ഒന്നാമത് ചില്ലയിലെല്ലാം ഒത്തിരി പൊടി ഉണ്ടെങ്കിൽ ഇവരിത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇവര് തുടയ്ക്കുമ്പോൾ തന്നെ ചില്ലൊക്കെ പോറും. അത് നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കായും. അതിനെതിരെയൊക്കെ ഹെലൻ നല്ലപോലെ പ്രതികരിച്ചു. അതുപോലെ തന്നെ ട്രാഫിക് നിയമങ്ങളെ പറ്റിയൊക്കെ ഘോരം പ്രസംഗിക്കും. പക്ഷെ നമ്മൾ അതൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെന്ന് പിടിക്കാന്ന് പറഞ്ഞാൽ നാണക്കേടാകട്ടോ. ഇത്രയും നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇനി ഇത് പോട്ടെ, ഹെലന്റെ കാര്യം പോട്ടെ. വേറൊന്ന് കാദർ കരിപ്പൊടി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ കാദർ കരിപ്പൊടിയുടെ ചാനൽ വീഡിയോ കാണാത്തവരായിട്ടും കാണില്ല. യൂട്യൂബർ ആണെന്ന് പറയാൻ പോലും നമുക്ക് പറ്റില്ല. പുള്ളി രാഷ്ട്രീയക്കാരനൊക്കെയാണ്. പക്ഷെ എന്താണ് സംസാര ശൈലി, നാക്കേല് സരസ്വതി ഇരിക്കുക എന്ന് പറയുന്നത് ഇതാണ്. പത്തി ജന്മം ജനിച്ചാൽ അതേപോലെ സംസാരിക്കാൻ എനിക്കൊന്നും പറ്റില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും ആരാധനയോടെയാണ് പുള്ളിക്കാരനെ കണ്ടിരിക്കുന്നത്. എന്നാല് അവരുടെ ഒരു ഭാഷ വേറെയാണല്ലോ, കാസർഗോഡ് ഭാഷയിൽ ഇപ്പൊ ഒരു സീരിയസ് വിഷയം നടക്കുന്നുണ്ട്. അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് അതിനെക്കാട്ട് ആ സീരിയസ് വിഷയം മാറ്റി നിർത്തിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാവുന്നത്. കാദർ കരിപ്പടിയുടെ വോയിസ് ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. ദൈവമേ, അത് അസല കാസർഗോഡ് ഭാഷ, നമുക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ യൂട്യൂബിലൊന്ന് അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നു ഓർക്കണം. അപ്പൊ എന്തൊരു കഴിവല്ലേ. ഒരു സൈഡ് അവരുടെ നാച്ചുറലായ ഭാഷ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. മറുസൈഡ് ചാനലിൽ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ കാദർ കരിപ്പൊടി ചെറുപ്പക്കാരൻ, ഈയിടെയല്ലേ കല്യാണം കഴിഞ്ഞത്, ചെറുപ്പക്കാരനായ ഒരു പയ്യനാണ്. പക്ഷെ പുള്ളിയുടെ ആ ഒരു അവതരണ ശൈലിയും ആ ഒരു സംസാര രീതിയൊക്കെ കാരണം നമുക്ക് റെസ്പെക്ട് തോന്നിയിട്ട് എന്തോ പ്രായമുള്ള മനുഷ്യനൊക്കെ ആദ്യകാലത്ത് തോന്നുമായിരുന്നു. പക്ഷെ ഒട്ടും പ്രായമില്ലാത്ത തീരെ ഒരു പയ്യനായ കാലത്ത് തന്നെ പുള്ളി യൂട്യൂബ് തുടങ്ങി ഇങ്ങനെ സംസാരിക്കുന്ന ആള് അവരുടെ ആ കാസർഗോഡ് ഭാഷയിൽ. സംഭവം ഇതെന്താ വെച്ചാൽ ഗൾഫിലെങ്ങാണ്ട് മൊബൈൽ ഫോൺ പരിപാടി എന്തോ ആണ്. മൊബൈൽ ഫോണിന്റെ ആക്സസറീസ് വിൽക്കുന്ന കടയിൽ ഈ കാദർ കരിപ്പടിയുടെ കൂട്ടുകാരന്റെയോ കാദർ കരിപ്പടിക്കും പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അതിലെന്തോ പൈസ കൊടുക്കാനുള്ള ഒരാളെ നാട്ടിൽ കിട്ടിയപ്പോൾ അടിച്ച് കണ്ണും ശരീരവും ഒക്കെ കേടാക്കി. ഇതാണ് സംഭവം. അത് വാർത്തയായിട്ടുണ്ട്. അയാൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കൊടുത്തായിരുന്നു. അപ്പം അതിനെ അടിച്ചു എന്ന് പറയുന്ന വോയിസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ആ ഇത് കിടക്കുന്നത്. ആ വോയിസ് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചിരി വരുന്നത്. ഇത്ര സീരിയസ് ആയ കാര്യമാണല്ലേ എനിക്ക് ചിരി വന്നത്. നിങ്ങൾക്ക് ചിരി വരുമെന്ന് അറിയില്ല. കാസർഗോഡുകാരെ അവമാനിക്കുമെന്നാണെന്നൊന്നും ഓർക്കരുത് കേട്ടോ. ഞാൻ കോട്ടയംകാരിയാണ്. കോട്ടയംകാരുടെ ഭാഷ വെച്ച് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ അച്ചായ എന്നൊക്കെ ചോദിക്കുന്നവരാണ് കോട്ടയംകാര്. എന്നതാന്ന് ചോദിക്കുന്നത്. നല്ലതെന്നല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പം നമ്മുടെ ഭാഷയാണ് നല്ലതെന്ന് ഓരോരുത്തരും അവകാശപ്പെടും. അങ്ങനെയൊന്നുമില്ല. അപ്പം ഈ കാസർഗോഡ് ഭാഷയായിട്ട് ചിരി വന്നു. നമുക്ക് പിടികിട്ടില്ല, ഒന്നും പിടികിട്ടില്ല. എഴുതി കാണിക്കുന്നതുകൊണ്ടാണ് മനസ്സിലായത്. വന്നിട്ട് വണ്ടിയിൽ ഇറങ്ങിയ പാടം എന്നോട് ചോദിച്ചെന്നറിയാം, നീ ആരിടാ ചോദിക്കാനെന്ന്. അതൊന്ന് നിഷേധിച്ചു കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യാം. ഓൻ വന്നിട്ട് ഇറങ്ങിയത് ആദ്യം എന്നോട് ചോദിച്ചത് അതെന്റെ നാട്ടിലിടാ, പുറത്തല്ല. വന്നിട്ട് ഒരു മര്യാദയില്ല. സലാം പറയാ, ഉണ്ടാ, കൈ കൊടുക്ക, ഇരിക്ക, ഇതെല്ലാം ഒരു മാന്യതന്റെ ഭാഗമല്ലേ. ഞാൻ എന്നിട്ട് ഞാൻ ചെല്ലിയേ എന്റെ പാർട്ട്ണർ ഇടാം. അപ്പൊ ഞാൻ ചെല്ലി, നീ ഇങ്ങനെ ദമ്മാക്കണ്ടാ, നമ്മളെ നാടല്ലേ എന്ന് പറയുമ്പോ വീണ്ടും ദമ്മ. ഓനെ ഞാൻ തച്ചിട്ടില്ലാങ്കില്ലടാ, അൻകൂർ ജംഗ്ഷനില് ഞാൻ തൂങ്ങിയിട്ട് ചാവണം. വള്ളി എന്റെ കഴുത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ തൂങ്ങിയിട്ട് അൻകൂർ ജംഗ്ഷനിൽ ചാവണം. ഓനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തച്ചിട്ടില്ലാങ്കില്ല. തയ്ക്കുന്നതിന് പരിമിതി വെച്ചിട്ട് തന്നെ തച്ചേ. ഇങ്ങനെ തച്ചിട്ടാ, ഒന്ന് തച്ച് രണ്ട് തച്ചിട്ട് ഞാൻ ഓനെ വിട്ട് ഞാൻ നീ ഡീലാക്കിട്ട് പോകും. രണ്ടാമതും വന്നിട്ട് അമ്മ വീണ്ടും കൊടുത്ത്. പിന്നെ എന്റെ നാടല്ലേ, നാട്ടാറ് മുണ്ടാണ്ട് പോകും. സ്വാഭാവികമായിട്ട് നാട്ടാറ് കൈയിടുമ്പോ നാട്ടാറോട് കൈയിടണ്ടെന്ന് പറഞ്ഞ എന്റെ മാന്യത. പക്ഷെ കൊടുത്തിന് തച്ചിട്ടില്ലാന്ന് പറയുന്നില്ല, നല്ല പാങ്ങനെ കൊടുത്തിന്. പക്ഷെ അത് കൊടുക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കഥ. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. സാരംഗ്, എന്താണ് ഉണ്ടായത്? ഇതിന്റെ വിശദ വിവരങ്ങൾ എന്താണ്? മോത്തി, കഴിഞ്ഞ ദിവസമാണ് പള്ളിക്കര സ്വദേശിയായ അഹാദിനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ഖാദർ കരിപ്പൊടിയും സംഘവും ചേർന്ന് സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ട് എന്നുള്ള ധാരണയിൽ കാസർഗോഡ് അണങ്കൂരിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. അഹാദിന് കണ്ണിനും കഴുത്തിനും ചെവിക്കും അടക്കം ഏറെ ഗുരുതരമായ പരിക്കുണ്ട്. ഇയാൾ ഇപ്പോഴും ചികിത്സ തേടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനിടെ
അയാളെ അപ്പം നാട്ടുകാരോട് കൂടി തല്ലിയിട്ടുണ്ട്. അവരുടെ നാടാകുമ്പോൾ അങ്ങനെ എന്തൊക്കെയോ ഭാഷ പറയുന്നത്. തച്ചു എന്ന് പറയുന്നത് എവിടെയും തല്ലിയെന്നാണ്. പിന്നെ എന്തോ ഒരു വാക്കുണ്ടായിരുന്നു, അതിന് എന്തോ ഒന്നും ഒക്കെ പറയുന്നുണ്ട്. എന്താണേലും അവരുടെ നാട്ടിൽ ചെന്നപ്പം അടി കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. കാസർഗോഡ് ഭാഷയിലാണ് സംസാരിച്ചത്. ഇങ്ങനെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ വന്നാണ് ഇത്ര ആധികാരികമായിട്ട് അച്ചടി വടിവിൽ അച്ചടി ഭാഷയിൽ ഇന്ന് വീഡിയോ ചെയ്തേച്ച് വിടുന്നത്. എന്താണേലും ഇതൊക്കെ രണ്ട് വ്യക്തിത്വം, രണ്ട് മുഖങ്ങളാണ് ഇവരുടെ എല്ലാം ഇപ്പൊ കാണിച്ചത്. കാദർ കരിപ്പൊടിയുടെ ആണേലും നമ്മൾ കാണുന്ന മുഖം അല്ലാതെ ഒരു മുഖമുണ്ട് അവർക്ക്. അതേപോലെ ഹെലൻ ആണേലും ഉണ്ട്, അതേപോലെ സിന്ധു കൃഷ്ണയ്ക്ക് ആണേലും ഉണ്ട്, രേണു സുധിക്കും, കിച്ചൂനും ഉണ്ടാവാം, കിച്ചൂനും ഉണ്ട്. അങ്ങനെ വിശ്വസിക്കുക. അല്ലാതെ നമ്മളെല്ലാവരെയും ഈ പറയുന്ന പോലെ കണ്ണടച്ചോ യൂ പാവം എന്നും പറഞ്ഞിങ്ങനെ വെക്കണ്ട. എല്ലാവർക്കും ഒരു ഡബിൾ മുഖമുണ്ട്. ഒരു എന്താണ് രണ്ട് വ്യക്തിത്വം, രണ്ട് വ്യക്തിത്വം. ചിലർക്ക് രണ്ട് വ്യക്തിത്വം അല്ല, അതിൽ കൂടുതൽ വ്യക്തിത്വമുണ്ട്. അങ്ങനെയുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് എപ്പോഴും ഞാനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഈ സിനിമാക്കാരെ ഒന്നും നമ്മൾ ആരാധിക്കരുത്. അവരുടെ റിയൽ ഒന്നും നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു നല്ല തിരക്കഥാകൃത്ത് അയാളുടെ സാഹിത്യപരമായ കഴിവ് മുഴുവൻ എടുത്ത് ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനെ അയാൾ എഴുതി അങ്ങോട്ട് തീർക്കും. അത് അഭിനയശേഷി ഇവർക്കുള്ളതുകൊണ്ട് ഇവർ അങ്ങോട്ട് ആടി തിമിർത്ത് നമ്മുടെ മുന്നിൽ കാണിക്കും. നമ്മൾ അതിനെ അങ്ങനെ അങ്ങ് ആവാഹിക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവരുടെ ക്യാരക്ടറുമായിട്ട് ആ ഒരു കഥാപാത്രത്തിന് ഒരു ജീവിക്കായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. വേണം ഇപ്പൊ ലാലേട്ടൻ ദൃശ്യത്തിന് അഭിനയിച്ച എവിടെയും നമ്മൾ ലാലേട്ടനെ കണ്ടില്ല, ജോർജ് കുട്ടിയെ മാത്രമേ കണ്ടുള്ളൂ എന്ന്. അതവരുടെ കഴിവാണ്. അതിന് നമുക്ക് ഇഷ്ടം കൊടുക്കാം, സ്നേഹം കൊടുക്കാം. പക്ഷേ ഈ അന്ധമായിട്ടുള്ള ആരാധന ഒറ്റ മനുഷ്യരോട് പോലും പാടില്ല, യൂട്യൂബർമാരായിട്ടുള്ളവരോടും പാടില്ല, സിനിമാക്കാരോടും പാടില്ല. റിയലായിട്ടല്ല നമ്മൾ അവരെ മനസ്സിലാക്കുന്നത് എന്ന് മനസ്സിലാക്കും. കാരണം അതങ്ങനെ മനസ്സിലാക്കി പോകാനുള്ള ഗുണം എന്നാ വെച്ചാൽ പെട്ടെന്ന് ഇവരെ പറ്റി ഒരു വാർത്ത ഇങ്ങനെ കേൾക്കുമ്പോൾ അയ്യോ എന്നും പറഞ്ഞൊരു ഞെട്ടാതിരിക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ രീതിക്ക് പോവുക, അതാണ് നല്ലത്. ഇപ്പൊ ഏതായാലും കഷ്ടകാലമാണ്. മുഴുവൻ യൂട്യൂബർമാർക്കും കഷ്ടമാണ്. എല്ലാവരുടെയും പൊയ്മുഖങ്ങൾ ഇങ്ങനെ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.